ഇപ്പോൾ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി രവിത എ ചന്ദ്രശേഖർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഗുഡ് ഈവനിങ് സാർ. ശരിക്കും ഇപ്പോൾ ഈ പരാതിക്കാരിയെ ഷൈമോൾ നമ്മുടെ വീഡിയോയിൽ നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നു എന്ന് പറഞ്ഞു. അങ്ങ് ഈ കാര്യത്തിൽ ഗൗരവമായ നടപടി എടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്നാലും ഈ കാര്യം അറിഞ്ഞപ്പോൾ അങ്ങയുടെ ഒരു പ്രതികരണം, റെസ്പോൺസ് അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾ പ്രോപ്പറായിട്ട് അന്വേഷിക്കും. ആൾറെഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ടിലേക്ക്. അതിന്റെ ഒരു കർശനമായ നടപടി എടുക്കുന്നതിന് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഈ പരാതി നേരത്തെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, ഇന്ന് ആദ്യമായിട്ട് തന്നെ എനിക്ക് എന്റെ ദൃഷ്ടി വന്നത് അത് അങ്ങനെയാണ്. ഇതിന്റെ നമ്മൾ ഓൾറെഡി ADGക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങ് സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലയേറ്റപ്പോൾ തന്നെ സ്റ്റേഷനിൽ വരുന്നവരോട് വളരെ മാന്യമായി പെരുമാറണമെന്നൊക്കെ സർക്കുലറൊക്കെ അങ്ങ് അയച്ചിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു അങ്ങ് പോലീസ് മേധാവി ആകുന്നതിന് മുമ്പേ നടന്ന സംഭവമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്തരം ഒറ്റപ്പെട്ടതാണെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വലിയൊരു നാണക്കേടാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നടപടികളാണ് അങ്ങയുടെ മനസ്സിൽ? ഈ ഒരു പരാതി ഗൗരവമായി എടുക്കുന്നു എന്നതോടൊപ്പം തന്നെ അങ്ങയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും നമ്മളെല്ലാ ഉയർന്ന പരാതിക്കാരും അല്ലാതെ വേറെ ആരും ഒരുവാണെങ്കിലും സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് ഡീസെന്റ് ആയിട്ടുള്ള ബിഹേവിയർ ഞങ്ങളുടെ ഭാഗത്തുണ്ട് വേണമാണ്. അതിന് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തെങ്കിലും എങ്ങനെ വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അതിലെ ആവശ്യമുള്ള രീതിയിൽ നടപടി സ്വീകരിക്കുന്നതാണ്. ഗൗരവമായിട്ട് ഞങ്ങൾ എടുക്കുന്നതാണ്. ഞങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് ബിഹേവിയറിന് വേണ്ടി. നമ്മുടെ ഓരോ പരാതിക്കാരനും മാന്യമായിട്ട് പെരുമാറ്റുക, അവരുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ആവശ്യം രീതിയിലുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ കഷ്ടമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കും കൂടി ഞങ്ങൾ ഫ്യൂച്ചറിലേക്ക്. ഒരു കാര്യം കൂടി, അങ്ങേക്ക് മുഖ്യമന്ത്രി വിവരം അറിഞ്ഞു. അദ്ദേഹം വളരെ ഖിന്നനാണെന്നാണ് ഞാൻ അറിഞ്ഞത്, വളരെ ദുഃഖിതനാണ് എന്നാണ് അറിഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകുന്നതിൽ. അങ്ങ് എന്ത് നിർദ്ദേശമാണ് മുഖ്യമന്ത്രി അങ്ങേക്ക് നൽകിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ? അല്ല, ഇതിലെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ എല്ലാ സമയവും ഞങ്ങളിലേക്ക് നിർദ്ദേശം കിട്ടുന്നുണ്ടോ. ഞങ്ങളുടെ ഭാഗത്തിന് വേണ്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിൽ എങ്ങനെ പെരുമാറ്റ ഭാഗത്തിൽ വളരെയധികം ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതിനെ എല്ലാ സമയവും കൂടി നമ്മൾ മാന്യമായി പെരുമാറ്റുക. ആ വരുന്ന പരാതിക്കാരന് വളരെ വളരെ ഡീസെന്റ് ആയിട്ട് പെരുമാറ്റം ചെയ്യുക. ഇതിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദിസ് ആസ്പെക്ട്, ഗിവർ ആസ്പെക്ട്. അതിനാവശ്യമുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കും. പോലീസിന്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ സെൻസിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഓഫീസേഴ്സിലേക്ക്. അതോടൊപ്പം എന്തെങ്കിലും ഇങ്ങനെ ഒരു വയലേഷൻ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും കർശനമായി നടപടി സ്വീകരിക്കാൻ പോകുന്നതാണ്. താങ്ക് യു ശ്രീ രവിത എ ചന്ദ്രശേഖർ. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ അവർ പ്രോഗ്രാം. താങ്ക് യു.